ഞാൻ എന്റെ അഡ്രസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കാം. ഒന്ന് വേഗം അയക്കൂ സാർ, പ്ലീസ്. ആ, ഇപ്പൊ അയച്ചേക്കാം. ചന്ദ്രാമേ, അച്ഛാ, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ബ്ലഡ് കിട്ടി. ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് അതും അംഗീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഇക്കാര്യത്തിൽ എനിക്ക് യോജിച്ച പയ്യൻ തന്നെയാണ് മഹി. ഓ, പക്ഷേ എന്തു പറ്റി? സാറിന് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. എന്തായാലും തുറന്നു പറഞ്ഞോളൂ. നമ്മള് ഒരു കുടുംബമാണെന്നല്ലേ സാറ് തന്നെ കുറച്ചു മുൻപ് പറഞ്ഞത്. ചിന്നു എന്ന ആ പെണ്ണിനെ ആശുപത്രിയിൽ എത്തിച്ച നല്ല കാര്യം തന്നെയാണ്. അവളുടെ ചികിത്സയ്ക്ക് വേണ്ട പണം മുടക്കുന്നത് അതിലും നല്ല കാര്യമാണ്. പക്ഷേ 24 മണിക്കൂറും മഹി അവിടെ തന്നെ നിൽക്കുന്നതിലാണ് എനിക്കൊരു പന്തികേട് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്നുവിന് വേണ്ടി മഹി ആശുപത്രിയിൽ ഫുൾ ടൈം നിൽക്കുന്നതിൽ ഒരു കുഴപ്പവും തോന്നിയെന്ന് വരില്ല. കാരണം നിങ്ങളെല്ലാവരും ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നവരാണ്. വേലക്കാരെ നിങ്ങൾ ചിലപ്പോൾ കുടുംബക്കാരെ പോലെ തന്നെ കണ്ടെന്നും വരാം. അതുകൊണ്ടാണല്ലോ ആ കുട്ടിയുടെ ചികിത്സയുടെ മൊത്തം ചിലവും നിങ്ങൾ തന്നെ ഏറ്റെടുത്തത്. അതെ, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. പക്ഷെ അത് നാട്ടുകാർക്കറിയില്ലല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെയും മറ്റു പ്രൈവറ്റ് ഇന്റർനെറ്റ് വീഡിയോകളുടെയും കാലമാണ്. മഹിയാണെങ്കി ആഭ്യന്തരമന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കാൻ പോവാ. പ്രതിപക്ഷമാണെങ്കിൽ എന്നെ നാണം കെടുത്താനുള്ള ഒരവസരവും പാഴാക്കാറില്ല. കാരണം ഇതുവരെ ചേട്ടൻ ക്ലീൻ ഇമേജിലാണ് ഭരണം നടത്തുന്നത്. ഒരു കാര്യത്തിലും ചേട്ടനെ കുറ്റപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു അവസരമാ മഹി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആന്റി. ആ, കൊടുക്കും മോളെ. മഹിയുടെയും ദക്ഷയുടെയും വിവാഹം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഒരു അപവാദ പ്രചരണം നാട്ടിൽ ഉയർന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ ഇമേജിനെ ബാധിക്കും. എന്റെ മോൾക്ക് മാനസികമായി ഏറെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. മഹിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. എന്തായാലും ദക്ഷതന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ആശുപത്രിയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മഹി അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം വിട്ടേക്കോ. മഹിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാ പോയിട്ട് വരാം. ആന്റി, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഓർത്ത് ആന്റി വിഷമിക്കണ്ട. എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. അതാ എന്റെ ധൈര്യം. വാ. എന്നാ ശരി, കേറ്. ശരി വാ മോളെ. ശരി. ചേട്ടന്റെ വഴിക്ക് തന്നെയാണോ അനിയന്റെയും പോക്ക്? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ബ്ലഡ് കിട്ടാൻ പാടാ. കിട്ടിയാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ ഇവിടെ എത്തിക്കും? ബ്ലഡ് ഗ്രൂപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഗ്രീൻ ചാനലിലൂടെ കഴിവതും വേഗം ഇവിടെ എത്തിക്കാൻ ഉടനെ തന്നെ പോലീസിൽ പറഞ്ഞ് ഏർപ്പാടാക്കണം. അച്ഛാ,
അച്ഛന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പരിചയമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആ അത് ശരിയാ. മഹി, ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാൻ തന്ന സമയം ഏതാണ്ട് തീരാറായി. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അപകടമാണ്. സോറി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഈ അവസ്ഥയിൽ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. പേഷ്യന്റിന് ഇനി അധിക സമയമില്ല. ഓർഗൻസ് വല്ലതും ഡൊണേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഫോർമാലിറ്റീസ് വേറെയുണ്ട്. നിങ്ങൾ സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കി വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. സിസ്റ്റർ, ഇല്ല, ഇതിന് ഞാൻ ഒപ്പിടില്ല. എന്ത് വില കൊടുത്ത് ഞാൻ ചിന്നുവിനെ രക്ഷിക്കും. എടാ മഹി, ഇതൊരു ഹോസ്പിറ്റലാണ്. നിന്റെ മനസ്സിന് നിയന്ത്രണം നീ കൈവിടരുത്. നമ്മൾ എത്ര ശ്രമിച്ചാലും വിധി എന്നൊന്നുണ്ടല്ലോ. ഇല്ല, എല്ലാം വിധിക്ക് കൈവിട്ട് കൊടുത്ത് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കില്ല. അവസാന നിമിഷം വരെ എന്റെ ചിന്നുവിന്റെ ജീവന് വേണ്ടി ഞാൻ പോരാടും. എന്റെ ദൈവം എന്നെ കൈവിടില്ല. ചിന്നു രക്ഷപ്പെടും, അവളെ ജീവിക്കും. അങ്ങനെ മരണപ്പെടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. ഹലോ, ഹലോ, മഹേഷ് അല്ലേ? ആ അതെ. ഞാൻ ടി വിയിലെ സ്ക്രോളിംഗ് കണ്ടിട്ട് താങ്കളെ വിളിച്ചതാ. എന്റെയും അതേ ബ്ലഡ് ഗ്രൂപ്പാണ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. സാറിൻ്റെത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണോ? അതെ, ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. സാർ, സാറിപ്പോ ഇപ്പൊ എവിടെയുള്ള? ഞാൻ കൊല്ലത്താ. കൊല്ലത്തോ? സാറിന്റെ അഡ്രസ് എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ? ആ, അയക്കാലോ. ഗ്രീൻ ചാനൽ വഴി ബ്ലഡ് ഞങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിച്ചോളാം. ശരി സാർ, ഞാൻ എന്റെ അഡ്രസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കാം. ഒന്ന് വേഗം അയക്കൂ സാർ, പ്ലീസ്. ആ, ഇപ്പൊ അയച്ചേക്കാം. ചന്ദ്രാമേ, അച്ഛാ, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ബ്ലഡ് കിട്ടി.